Hi friends, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മലയാളം ആർക്കിടെക്ചർ ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ റെവിറ്റിൽ എങ്ങനെ നമുക്കൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം, പുതിയ ടെംപ്ലേറ്റ് എങ്ങനെ ലോഡ് ചെയ്യാം, അതിലേക്ക് നമ്മുടെ ഡ്രോയിങ്സ്, എലിവേഷൻസും 3Dയും അല്ലെങ്കിൽ പ്ലാനും ഇതെല്ലാം എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്കെങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ഇല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം, ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു സാമ്പിൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എലിവേഷൻസും പ്ലാനും 3D എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കതെങ്ങനെ നമ്മുടെ ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി 2 ഷീറ്റും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഷീറ്റ് എവിടെയാണ് നോക്കുന്നതെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രൊജക്റ്റ് ബ്രൗസറിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്രൊജക്റ്റ് ബ്രൗസറിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 എണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി ഷീറ്റ് ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ പുതിയൊരു ഷീറ്റ്, ഞാൻ ഇപ്പം ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഷീറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമ്മൾ ഓൾറെഡി ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പം ഇതാണ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം സൈറ്റിൽ നമ്മുടെ ഡ്രോയിങ്സ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് പേപ്പർ സൈസിലായിരിക്കും. അപ്പം A3 ഉണ്ട്, A4 ഉണ്ട്, A5 ഉണ്ട്, A1 ഉണ്ട്. അപ്പം ആ ഒരു സൈസിനനുസരിച്ച് നമ്മുടെ ഡ്രോയിങ്സിനെ സ്കെയിൽ ചെയ്ത് ആ ഷീറ്റിൽ അലൈൻ ചെയ്യുക, നല്ല വൃത്തിയായിട്ട് അലൈൻ ചെയ്യുക. അതുപോലെ തന്നെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് മാത്രമല്ല, നമ്മുടെ ഷീറ്റിൽ ഒരുപാട് ഡീറ്റെയിൽസ് വരും. പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ്, റിവിഷൻസ്, പിന്നെ സ്കെയില്, പിന്നെ ഇതിൻ്റെ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആരാണ് അപ്രൂവ് ചെയ്യുന്നത്, ആരാണ് ഡ്രോ ചെയ്തത്, പിന്നെ അതിൻ്റെ ഡേറ്റ്, ഇതെല്ലാം ഷീറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഒരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ബ്രൗസറിൽ താഴേക്ക് വന്നാൽ അവിടെ ഷീറ്റ് കാണാം. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഷീറ്റ് കൊടുക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ വ്യൂ ടാബിൽ ചെന്നിട്ട് ഷീറ്റ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു റിബൺ മെനുവിൽ ഇവിടെ ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ടൂൾ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ സെയിം ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ് ടൈറ്റിൽ ബ്ലോക്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്, നന്നുണ്ട്. ഞാൻ കുറച്ച് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെംപ്ലേറ്റ് ഏതാണോ അത് ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഞാൻ ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ടൈറ്റിൽ ഷീറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ A12 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുക്കാം. റീനെയിം കൊടുത്തിട്ട് ഞാൻ പ്ലാൻ എന്ന് കൊടുക്കുകയാണ്, പ്ലാൻ 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പ്ലാൻ 01 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷീറ്റിൻ്റെ നെയിം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റും ചെയ്യാം, വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പുതുതായിട്ട് ഒരു ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ഏതാണ് നമ്മുടെ ടെംപ്ലേറ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ ഷീറ്റ് വന്നിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങളോട് നോക്കുക അൺനെയിംഡ് ആണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുത്താൽ ഇവിടെയും അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഓണർ പ്രൊജക്റ്റ് നെയിമൊക്കെയാണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുമുമ്പ് നമുക്ക് എങ്ങനെ നമ്മുടെ പ്ലാൻ അല്ലെങ്കിൽ എലിവേഷൻ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളത് ശ്രദ്ധിക്കുക, ഇവിടെ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്നതാണ്. അവിടെ ഇപ്പം ഒന്നും കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഒരു പ്ലാൻ ഇവിടുന്ന് ഇപ്പോൾ ഫ്ലോർ പ്ലാൻ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് ഇടുകയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് ജസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻറ്റു ഷീറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഷീറ്റിലേക്ക് ഇടുകയാണ്. ഇടുമ്പോൾ അത് പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണെന്നത് ചോദിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ആ പ്ലാൻ വ്യൂ അവിടെ വരുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിൽ ഒന്ന് ശ്രദ്ധിക്കുക, 1:200 ആണ്. നമ്മുടെ ഷീറ്റിൻ്റെ സ്കെയിൽ ഇവിടെ 1:200 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കെയിൽ ഇത് 1:200 ആയിട്ടുണ്ട് താഴെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങിനെ അനുസരിച്ച് നമ്മുടെ ഈ സ്കെയിൽ ഇവിടെ അപ്ഡേറ്റ് ആവും. ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:500 ആക്കിയാൽ
നമ്മുടെ ആ ഒരു സ്കെയിൽ തന്നെ നമ്മുടെ ഷീറ്റിലും അപ്ഡേറ്റ് ആയിട്ടുണ്ട് 1:100 500 അതുപോലെ തന്നെ 1:500. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് വെറുതെ ഒരു സ്കെയിൽ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അത് നമ്മുടെ സൈറ്റിൽ വായിക്കുന്ന പറ്റുന്ന രീതിയിലായിരിക്കണം സ്കെയിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അതിപ്പം ഒരു ഷീറ്റിനകത്ത് ഒരു ഡ്രോയിങ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ 2 ഡ്രോയിങ് ആണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ഡ്രോയിങ്ങിൽ ഷീറ്റിനകത്തുള്ള എന്തൊക്കെയാണോ അത് വായിക്കാൻ പറ്റണം. ഓക്കെ, അപ്പം നമ്മുടെ ഷീറ്റ്, നമ്മുടെ ഡ്രോയിങ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു നെക്സ്റ്റ് ഒരു ഫ്ലോർ പ്ലാൻ കൂടെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിടുകയാണ്. നിങ്ങൾ നോക്കുക, ഇതിപ്പം ഒരു വലിയ സ്കെയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1:100 ആവാനാണ് ചാൻസ്. ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ സ്കെയിൽ എന്ന് പറയുമ്പോൾ 1:100 ഇപ്പം രണ്ടാമത്തെ പ്ലാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് താഴെ ചെന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത് ആൻഡ് ആസ് ഇൻഡിക്കേറ്റഡ്, അതായത് നമ്മുടെ ഡ്രോയിങ്ങിൽ കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ രണ്ടും ഡിഫറൻറ്റ് സ്കെയിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വന്നത്. സോ നമ്മളിതിൽ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:200 തന്നെ ആക്കി കൊടുക്കാം. അങ്ങനെ ആക്കുവാണെങ്കിൽ രണ്ടും സെയിം സ്കെയിലായിരിക്കും. സോ ഇവിടെ താഴെ സ്കെയിൽ എന്ന് പറയുന്നത് 1:200 എന്ന് കാണിക്കും. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുക, സ്കെയിൽ 1:200 ആയി. ഓക്കെ, അപ്പോൾ സ്കെയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സെക്ഷനൊക്കെ എടുക്കുകയാണ്, അതിൻ്റെ കോൾ ഔട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ സ്കെയിൽ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറഞ്ഞുള്ള ആ ഒരു ലേബൽ കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന്. ഓക്കെ, ഇപ്പം ഈ ഒരു ഡ്രോയിങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. എനിക്ക് ഈ ഒരു ഡ്രോയിങ് അവിടെ വേണ്ട, ഞാൻ ഈ ഒരെണ്ണം മാത്രം ഇവിടെ വെക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എങ്ങനെ ചെറിയ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു താഴത്തെ ഈ ടൈറ്റിൽ ബാർ വേണ്ട എങ്കിൽ, അതായത് നിങ്ങൾ നോർമലി ഇവിടെ ഇപ്പം ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ്, പ്ലാൻ 01 അല്ല, പകരം ഫ്ലോർ പ്ലാൻ 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ താഴെ ഒരു ടൈറ്റിൽ ബോക്സിൻ്റെ ആവശ്യം വരത്തില്ല. സോ അതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ പ്രോപ്പർട്ടി വിൻഡോയിൽ നോ ടൈറ്റിൽ കൊടുക്കാമെങ്കിൽ ആ ടൈറ്റിൽ അങ്ങ് പോയി കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് തന്നെ ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഒരു ടൈറ്റിൽ വരുന്നുണ്ട്. ഇനി അതല്ല, അതുപോലെ തന്നെ നമുക്കിത് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും. ജസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് താഴോട്ട് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ലൈനിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ പറ്റും. ഡ്രോയിങ് സെലക്ട് ചെയ്യുക, ദെൻ അവിടെ ഒരു പോയിന്റ് വരും. പോയിന്റ് വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് എവിടെ വരെ വേണോ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്ന സെക്ഷൻ ബോക്സിൻ്റെ ഒക്കെ കാര്യമാണ്. അതായത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത്, നിങ്ങൾക്കിപ്പം ഡ്രോയിങ് കണ്ടാൽ അറിയാം, അതിന് ബോർഡറൊന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മറ്റേ എലിവേഷൻ്റെ ഒരു വ്യൂ പോർട്ട് വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നേരെ നിങ്ങൾക്ക് ഫ്ലോർ പ്ലാനിലേക്ക് പോയിട്ട് അവിടുന്ന് എഡിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് എളുപ്പത്തിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹൈഡ് ഇൻ വ്യൂ, കാറ്റഗറി കൊടുക്കുക, എലമെൻറ്റ് കൊടുത്താൽ അത് മാത്രം പോവും. കാറ്റഗറി കൊടുത്താൽ ഇരിക്കുന്ന എല്ലാം അവിടുന്ന് ഡിസപ്പിയർ ആവും. ഓക്കെ, എല്ലാം പോയിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വിൻഡോയിൽ വന്നാൽ ക്രോപ്പ് വ്യൂവും അതുപോലെ തന്നെ ക്രോപ്പ് റീജിയൻ എനേബിൾ ആക്കിയിട്ട് ജസ്റ്റ് അപ്ലൈ കൊടുത്താൽ നിങ്ങൾക്ക് ചുറ്റും ബോക്സ് വരും. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ 3Dയും വേണമെങ്കിൽ ഇതിനകത്ത് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു 3D വ്യൂ ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഷീറ്റിനകത്ത് ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഞാൻ ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം, വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാനിപ്പം ഒരു MD ടെംപ്ലേറ്റ് ഞാൻ നേരത്തെ ഓപ്പൺ ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ
അതായത് നിങ്ങളുടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് തന്നെ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഫാമിലി ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ലൈൻസ് എടുത്തത് ക്രിയേറ്റ് ചെന്നാൽ ഇവിടെ ലൈൻസ് ഉണ്ട്. ലൈൻസ് യൂസ് ചെയ്ത് തന്നെ വരച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. പിന്നെ ഇതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതുപോലുള്ള നമ്മുടെ കുറച്ച് ലേബിൾസ് വരുന്നുണ്ട്, എഡിറ്റബിൾ ലേബിൾസ് വരുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതെല്ലാം ടെക്സ്റ്റാണ്. നമുക്കിപ്പം ഡേറ്റ് അതായത് നമുക്ക് ഡൈനാമിക്കും സ്റ്റാറ്റിക്കും ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള എല്ലാം ഡേറ്റ് വെക്കാം, ഈ സ്കെയിൽ എന്നുള്ളത്. അതുപോലെ തന്നെയുള്ള ഈ ലോഗോ നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ഇമേജ് വേണമെങ്കിൽ ഇൻസെർട്ടിൽ പോയാൽ ഇമേജ് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്കിവിടെ ലോഗോ വെക്കാം. അതല്ലാതെ തന്നെ ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇൻസെർട്ടിൽ ചെല്ലുകയാണ്. ഇൻസെർട്ടിൽ ചെന്നിട്ട് ഇമേജ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഓപ്പൺ കൊടുത്താൽ മാനേജ് ഇമേജസ് ഓപ്പൺ കൊടുത്തിട്ട് മാനേജ് ഇമേജസ് ചെന്നിട്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ദെൻ പ്ലേസ് ഇൻസ്റ്റൻസ് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ വലുതായിരിക്കും, എന്നിട്ട് അതിനൊന്ന് ചെറുതാക്കി മാക്സിമം നിങ്ങളുടെ ഷീറ്റിനകത്ത് നിൽക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നമ്മുടെ ലോഗോ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്റ്റാറ്റിക്സ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പം സ്കെയിൽ, ഇതൊക്കെ ടെക്സ്റ്റാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇതൊക്കെ അത് തന്നെയാണ്. പിന്നെ ഡൈനാമിക്കായിട്ട് വരുന്നത് പറഞ്ഞാൽ ക്ലൈൻ നെയിമും ഇത് തന്നെ. ക്ലൈൻ നെയിം അല്ല, പ്രൊജക്റ്റ് നമ്പർ, ഡേറ്റ്, ഡ്രോൺ ബൈ, ചെക്ക്ഡ് ബൈ, ഇതുപോലത്തുള്ള സ്റ്റാറ്റിക്സ് അതൊന്നും മാറില്ല. നമ്മളിപ്പോൾ മാറുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഡൈനാമിക്കാണ്. ഇതിനെ നമ്മൾ ലേബിൾ എന്ന് പറയും, ടെക്സ്റ്റ് ലേബിൾ എന്ന് പറയും. ഇത് സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ലേബിൾ എഡിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നിങ്ങളൊരു ലേബിൾ എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ ലേബിളുണ്ട്. ലേബിളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കും എന്താണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ നടപ്പുണ്ട്. അസംബ്ലി ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, മോഡൽ ഉണ്ട്. അപ്പം നമുക്ക് ബിൽഡിംഗ് നെയിം അല്ലെ ഓർഡർ അല്ലെ ചെക്ക്ഡ് ബൈ. ഇപ്പം ഞാൻ ചെക്ക്ഡ് ബൈ അല്ലെ ക്ലൈൻറ്റ് നെയിം എടുക്കുകയാണ്. ഓക്കെ, ക്ലൈൻറ്റ് നെയിം എടുത്തിട്ട് ഇവിടെ ഒരു ആരോ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലൈൻറ്റ് നെയിം എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്, സ്പേസസ് വന്നിട്ടുണ്ട്, പ്രിഫിക്സ് ക്ലൈൻറ്റ് നെയിം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലൈൻറ്റ് നെയിം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, AV ഡിസൈൻ കൊടുക്കുകയാണ്. AV ഡിസൈൻ കൊടുത്ത് ഓക്കെ എടുത്തു. ഓക്കെ, അപ്പം നമ്മളത് AV ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ എന്താ പറയുക ഒരു ഇത് വന്നിട്ടുണ്ട്. അതായത് ക്ലയൻറ്റിൻ്റെ നെയിം വന്നിട്ടുണ്ട്, ഡിസൈനറുടെ നെയിം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും ക്രിയേറ്റ് എടുത്തു, ലേബൽ എടുത്തു. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, എന്തായാലും നമ്മൾ കൊടുത്തത് ഡിസൈൻ ബൈ ആയിരുന്നല്ലേ. ഓക്കെ, ഡിസൈൻ ബൈ ആണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ ഡിസൈൻ ബൈ AV ഡിസൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്ന് പറയുമ്പം ലേബലായിട്ടുണ്ട്, കാരണം നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഷീറ്റിനകത്ത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ നെക്സ്റ്റ് ക്രിയേറ്റ് എടുത്തിട്ട് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഡിസൈൻ ബൈ. ഓക്കെ, ഇത് സ്റ്റാറ്റിക്കാണ്, ഇത് മാറില്ല. മനസ്സിലായോ? ഇത് സ്റ്റാറ്റിക്കാണ്, മാറില്ല. ഇതെന്ന് പറയുമ്പം അത് മാറും. അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം ഓക്കെയാണ്, കറക്റ്റാണ്. ഓക്കെ, നമുക്കിപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം, ലേബിൾ എഡിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എഡിറ്റ് ടൈപ്പിൽ ചെന്നാൽ ഇതിൻ്റെ കളറും ഫോണ്ടും അതെല്ലാം മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കുകയാണ്. ഇതെന്താണ്, ഇപ്പോൾ ഇതിനകത്ത് പ്രൊജക്ട് നമ്പർ എന്ന് പറയുന്നത് ഡിസൈൻ ബൈ ആണ്. അത് രണ്ട് സെയിം ആണ്, കാരണം ഇത് രണ്ട് സ്റ്റാറ്റിക്കാണ്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യില്ല, മാറുന്ന ഇത് മാത്രമായിരിക്കും. ഓക്കെ, ഞാനിപ്പം ഇത് ലോഡിൻ്റെ പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. ലോഡിൻ്റെ പ്രൊജക്റ്റ് കൊടുത്തപ്പം നമ്മുടെ ഈ പ്രൊജക്റ്റിനകത്ത് ഇപ്പം അത് ലോഡായിട്ടുണ്ട്. ഓക്കെ, ഡിസൈൻഡ് ബൈ വന്നു, ഓണർ വന്നു. ഓക്കെ, ഞാൻ ഈ ഓണറിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് നെയിം കൊടുക്കാൻ പറ്റും, AV ഡിസൈൻ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ചുമ്മാ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രൊജക്റ്റ് AV ഡിസൈൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, ഇവിടെയും ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ ബൈ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതൊരു സ്റ്റാറ്റിക്കാണ്. അപ്പം അതുപോലെയാണ് നമ്മൾ ഈ ഷീറ്റെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു എന്താണോ ഡിസൈൻ വേണ്ടത് അതുപോലെ ഇവിടുന്ന് തന്നെ, അതായത് നിങ്ങൾക്ക് ഇവിടെ ചെല്ലുക. അതായത് നമ്മൾ ആ ഒരു ഇത് ചെല്ലും വേണമെങ്കിൽ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് കേട്ടോ. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയതായിട്ട് ഒരെണ്ണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് തന്നെ ക്രിയേറ്റ് ചെന്നാൽ മതി. ക്രിയേറ്റ് ചെന്നിട്ട് ഇവിടെ ലൈൻസ് ഉണ്ട്, ലൈൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏതാണോ വേണ്ടത്, നിങ്ങൾക്കിപ്പം റെക്റ്റാങ്കിളാണ് വേണ്ടതെങ്കിൽ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ,
എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇമേജ് നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലോഗോ ഓപ്പൺ ചെയ്യുക, പ്ലേസ് ഇൻസ്റ്റൻസ് കൊടുക്കുക, പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ കൊടുക്കുന്നുണ്ട്. റിവിഷനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ചെയ്യാം. റിവിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. റിവിഷൻ എന്താണെന്ന് കാണിച്ചു തരാം. വ്യൂവിൽ നിന്ന് നമുക്ക് പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ഓൾറെഡി ഉള്ള A1 മെട്രിക്സിനകത്ത് മിക്കവാറും കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റിവിഷൻ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ അതിൽ റിവിഷൻ കൊടുക്കാറുണ്ട്. കാരണം ഡിസൈനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അതുണ്ടോ എന്നൊക്കെ അറിയാതെ നമുക്ക് റിവിഷൻ നമ്പരും അതുപോലെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഡേറ്റും പിന്നെ ആരാണ് നോക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട് റിവിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെക്ക്ഡ് ബൈ ഇന്ന ഡേറ്റിൽ നമ്മളത് കൺസ്ട്രക്ഷൻ ഇഷ്യൂഡ് ഫോർ കൺസ്ട്രക്ഷൻ, ഇഷ്യൂഡ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റിവിഷൻ കൊടുക്കാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവിഷൻ ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ ടേബിൾ കാണും. അത് നമ്മൾ വലിയ പ്രൊജക്റ്റിലൊക്കെ ചെയ്യാറുണ്ട്. ചെറിയ പ്രൊജക്റ്റിലും ചെയ്യാറുണ്ട്. മാക്സിമം 1-2 വരും. ഓക്കെ, അപ്പം അതും എങ്ങനെയാണെന്ന് ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ച് ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് കുറച്ച് ടൈം കിട്ടിയപ്പം ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. Okay, thank you.